ഇത് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഒരു വണ്ടിക്കാണ് ആദ്യം തീ പിടിക്കുന്നത്. ഒരു വണ്ടിക്ക് തീ പിടിച്ച് തീ പെട്ടെന്ന് പകർന്നു. ആ തീ വരുന്ന സോരടാ പെട്ടെന്ന് വയസ്സ് അപ്പോൾ ഒരു വണ്ടിക്ക് തീ പിടിച്ച് പകർന്ന സമയത്ത് അപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു എക്സിക്യൂഷൻ എന്തെങ്കിലും സാധനങ്ങൾ അവർക്ക് തീർക്കാനായിട്ട് എന്തെങ്കിലും ഫയറിൻ്റെ സാമഗ്രികൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഉപയോഗിച്ച് കെടുത്തിരുന്നെങ്കിൽ അത് കെട്ടുപോകേണ്ട ഒരു അവസ്ഥയാണ്. ആ സമയം കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് അടുത്ത ബൈക്കിലേക്ക് പകർന്നു. പിന്നെ നെക്സ്റ്റ് പറഞ്ഞ സമയം കൊണ്ട് തന്നെ അടുത്തടുത്ത ബൈക്കുകളിൽ പെട്ടെന്ന് തീ പകരുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യാം. അടുത്തേക്ക് പോലും ആർക്കും എടുക്കാൻ പറ്റുന്നില്ല. അവരവസ്ഥയായിരുന്നു. ഞാൻ നേരെ മുമ്പിലേക്ക് ഉണ്ടായിരുന്നു, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാനാണോ പോലീസിനെ വിളിച്ചറിയിച്ചപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫയർഫോഴ്സും എല്ലാവരും എത്തി. പക്ഷെ എത്തിയിട്ട് ഒരു അടുത്തേക്ക് വരാൻ പറ്റണ്ടേ, അതുപോലെ തീയാണ്. ഫയർഫോഴ്സും പൊട്ടിത്തെറിക്കുകയാണ്, ടാങ്കുകളെല്ലാം പൊട്ടിത്തെറിച്ച് തീയാണല്ലോ. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഞാൻ എറണാകുളം പോകാനായിട്ടായിരുന്നു. 6:33 ടിക്കറ്റ് എടുക്കണേ, കറന്ന് 6:35 ഏറ്റവും കൂടിയ ആ ടൈമിലാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. ഇവിടെ അപ്പൊ തന്നെ ഫയർഫോഴ്സ് എത്തുകയൊക്കെ ചെയ്തു. 5 മിനിറ്റിനുള്ളിൽ ഫയർഫോഴ്സ് എത്തി. അത്ര തന്നെ 5 മിനിറ്റ് ഏറ്റവും കൂടിയ അതിനെത്തി. പക്ഷെ അവർക്കും അവരുടെ പരിമിതി ഉണ്ടല്ലോ. കണ്ട കാഴ്ച ഭയാനകമായ കാഴ്ചയായിരുന്നു. കാരണം അതുപോലെ തീ പൊട്ടിത്തെറിക്കുമല്ലേ, ടാങ്കുകൾ പൊട്ടി തീ അങ്ങനെ മുകളിലേക്ക് പോകുമായിരുന്നു. അടുത്തേക്കൊന്നും കാണാൻ പറ്റില്ല. അതുപോലെ കറുത്ത പുകയും തീയുമായിട്ട് അത്ര ഭയങ്കര ഇതായിരുന്നു എല്ലാം കൂടി തീ. അത് ഒരു പ്രത്യേക സാധനമായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് ആൾക്കാർക്കൊന്നും സംഭവിച്ചില്ല. അതൊരു ഏറ്റവും വലിയ ഭാഗ്യം. സുമനേട്ടൻ അറിഞ്ഞു. സുമനേട്ടൻ വന്നു. കൗൺസിലറാണ് അടുത്ത ഏട്ടനെത്തി.